என் இனிய தமிழ் மக்களே, உங்கள் பாசத்திற்குரிய பாரதி ராஜா மீண்டும் மண் வாசனையோடு வருகிறேன். கிராமங்கள் எனக்கு சலிப்பதே இல்லை. ஒரு கல்லை தொட்டாலும் கதை சொல்லும், ஒரு புல்லை தொட்டாலும் அதுவும் ஒரு கதை சொல்லும். முகவரியின்றி கொட்டி கிடக்கும் கடிதங்களைப் போல ஆயிரம் ஆயிரமாய் இங்கும் அங்கும் கொட்டி കിടக்கின்றன എങ്കിൽ ഗ്രാമത്തു കഥകൾ. പൂത്തുലഞ്ഞ കള്ളിക്കാടുകൾ, ചക്രവാളങ്ങളിലേക്ക് നീണ്ടുകിടക്കുന്ന റെയിൽപാതകൾ, തമിഴ് മണ്ണിന്റെ നെഞ്ചിലൂടെ ഒഴുകുന്ന നീരുറവകൾ, മല്ലിയും കനകാംബരവും ചൂടി ചെന്തമിഴ് സംസാരിക്കുന്ന നാട്ടുപുറ പെൺകൊടികൾ, കാറ്റിനോട് കഥ പറയുന്ന പേരാലുകൾ, ഓർമ്മകളെ ചുമന്നൊഴുകുന്ന ഓടങ്ങളും പടകുകളും, മാർഗഴി വെയിലിൽ കരകാട്ടമാടുന്ന പൊന്നേൽ വയലുകൾ. ഇവ വെറും കാഴ്ചകളായിരുന്നില്ല. തമിഴ് സിനിമയുടെ ഭാഷയെ തന്നെ മാറ്റിമറിച്ച ഒരു മനുഷ്യന്റെ സിനിമാ കവിതകളായിരുന്നു ഭാരതിരാജ. ഭാരതിരാജ സിനിമയുടെ കാഴ്ചകളെ സ്റ്റുഡിയോയുടെ അടച്ചുകെട്ടലുകളിൽ നിന്ന് മണ്ണിന്റെ തുറസുകളിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ക്യാമറയുടെ ഫ്രെയിമുകളിൽ പച്ചയായ മനുഷ്യരും യഥാർത്ഥമായ കാഴ്ചകളും ശബ്ദങ്ങളും ഇടകലരുന്നു. 70കളുടെ തമിഴ് സിനിമ പ്രധാനമായും സ്റ്റുഡിയോകൾക്കുള്ളിലാണ് പിറന്നിരുന്നത്. അവയിൽ ഗ്രാമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവയ്ക്ക് മണ്ണിന്റെ മണവും ശ്വാസവുമില്ലായിരുന്നു. അവയിൽ മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ മനുഷ്യരായിരുന്നില്ല. അപ്പോഴാണ് ഒരു യുവ സംവിധായകൻ സിനിമയുടെ വാതിലുകൾ തുറന്ന് ക്യാമറയെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യ സിനിമ മുതൽ ക്യാമറയുടെ വെളിംപ്രദേശങ്ങളിൽ സിനിമാ ലോകത്തിന് അപരിചിതരായിരുന്ന മനുഷ്യരെയും ഗ്രാമീണ കാഴ്ചകളെയും ഫ്രെയിമിന്റെ ക്യാൻവാസിലേക്ക് വരച്ചു ചേർത്തു എന്നതാണ് സിനിമാ ലോകത്തിന് ഭാരതിരാജ നൽകിയ ഏറ്റവും വലിയ സംഭാവന. അതിനാടകീയതയില്ലാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രത്യേകതയായിരുന്നു. നായകനെന്നോ വില്ലനെന്നോ നായികയെന്നോ പ്രതിനായികയെന്നോ അദ്ദേഹം കഥാപാത്രങ്ങളെ വേർതിരിച്ചില്ല. തങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ സാധാരണ മനുഷ്യർ എങ്ങനെയാണ് പെരുമാറുക എന്നു മാത്രം ഒരു കാഴ്ചക്കാരനെ പോലെ മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. 16 വയലിനിലെ എന്ന ചിത്രം തമിഴ് സിനിമയുടെ ചരിത്രത്തെ രണ്ടായി പിളർത്തി. യാഥാർത്ഥ്യത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നതായിരുന്നു ഭാരതിരാജ സിനിമയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ വിപ്ലവം. അദ്ദേഹം സിനിമയ്ക്കായി മനുഷ്യരെ സൃഷ്ടിച്ചില്ല, മനുഷ്യരെ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ സിനിമയുടെ യാഥാസ്ഥിതികമായ സങ്കല്പങ്ങളെ തകർത്തുകളയാൻ അദ്ദേഹം ധൈര്യം കാട്ടി. ഗ്രാമത്തിലെത്തുന്ന ഡോക്ടറുടെ വ്യാജ പ്രണയത്തിൽ കുടുങ്ങി അയാളുമായി പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നായികയെ ഭാരതിരാജ ചപ്പാണി എന്ന നായകന്റെ ദിവ്യപ്രണയത്തിന് പാത്രമാകാൻ വിട്ടയച്ചു. പാപപുണ്യങ്ങളുടെയും സദാചാര ബോധങ്ങളുടെയും ചങ്ങലക്കെട്ടുകൾ ഒരിക്കലും ഭാരതിരാജയെ തൊട്ടു തീണ്ടുന്നില്ല. അതിനുദാഹരണമാണ് സികപ്പ് റോജാക്കൾ. ബാല്യകാല ലൈംഗിക ചൂഷണങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന മുറിവുകളെ അദ്ദേഹം ആഴത്തിൽ പരിശോധിച്ചു. അവ മനുഷ്യരിൽ മൃഗീയ വാസനകൾ ഉണർത്തുമെന്ന ആശയത്തെ വളരെ പക്വമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഇവിടെയും നായകന്റെ മൃഗീയ വാസനകൾ പ്രതിനായക ഛായയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നില്ല. മനുഷ്യ മനസ്സുകളുടെ യഥാർത്ഥമായ അവതരണം മാത്രം. 1980കളിൽ തന്നെ തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളെ അതീവ സൂക്ഷ്മതയോടുകൂടി അവതരിപ്പിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ജാതി ചിന്തകൾ, വർഗീയത, ഫെമിനിസം, പെൺഭ്രൂണഹത്യ തുടങ്ങിയവ അദ്ദേഹം അഭ്രപാളിയിലേക്ക് പകർത്തി. തമിഴ് സമൂഹം സംസാരിക്കാൻ മടിച്ച വിഷയങ്ങളെ ഭാരതിരാജ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചു. കഥകൾ പറഞ്ഞു. ആ കഥകളിലൂടെ സമൂഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. അലേകൾ ഒയ്വതില്ലയിൽ വിച്ചുവിന്റെയും മേരിയുടെയും പ്രണയം മതത്തിന്റെ നിയന്ത്രണങ്ങളിൽപ്പെട്ട് നിലവിളിക്കുകയാണ്. മതത്തിനും മനുഷ്യർക്കും അപ്പുറം ജീവിതവും പ്രണയവും അവരെ കാത്തുനിൽക്കുന്നു എന്ന പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് ക്ലൈമാക്സിൽ ഭാരതിരാജ അവരെ കൊണ്ട് കൊന്തയും പൂണൂലും പൊട്ടിച്ചെറിയിക്കുന്നു. മുതൽ മര്യാദയിലും താഴ്ന്ന ജാതിക്കാരിയും ഉയർന്ന ജാതിക്കാരനും മധ്യേ ജാതി വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വേദംപുരത്തിൽ ഈശ്വരവിശ്വാസവും നിരീശ്വരവാദവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സഹജമായ മനുഷ്യസ്നേഹത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതിരാജ ഇരുവിഭാഗത്തെയും റദ്ദ് ചെയ്യുന്നു. അമാനുഷികരല്ലാത്ത മണ്ണിന്റെ പതുപതുപ്പിലും വരൾച്ചയിലും കാൽപതിപ്പിച്ച് ജീവിക്കുന്ന നായകന്മാരെയാണ് ഭാരതിരാജ അവതരിപ്പിച്ചത്. അവർ ആൺഗർവമില്ലാതെ കരയുകയും കുറ്റബോധപ്പെടുകയും ചെയ്യുന്നു. തോൽവികളിൽ ഭയപ്പെടുകയും വിജയത്തിനായി യാചിക്കുകയും ചെയ്യുന്നു. തങ്ങൾക്ക് കഴിയാത്ത സാഹചര്യങ്ങളിലും ജീവിതത്തിനായി പോരാടി നോക്കാൻ തയ്യാറാകുന്നതല്ലാതെ അവർ വിജയത്തിന്റെ സർവാധിപതികളാകുന്നില്ല. തങ്ങളെക്കാൾ ശക്തരായ മനുഷ്യരുടെ മുന്നിൽ അവർ ദുർബലതകൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുന്നു. ഓടി ഒളിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഓടി ഒളിക്കുന്നു. തങ്ങളുടെ പങ്കാളികളുടെ മേൽ സ്നേഹത്തിൽ കവിഞ്ഞ ബഹുമാനം കാത്തുസൂക്ഷിക്കുന്ന പരിഷ്കൃത മനുഷ്യരാണ് അവർ. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന മനുഷ്യരെ അദ്ദേഹം തന്റെ സിനിമകളിൽ നായകന്മാരായി ചിത്രീകരിച്ചു.
അവർക്കും സ്വാഭാവികമായ ഒരു ജീവിതചക്രമുണ്ടെന്ന് കാണിച്ചു തന്നു. ഫെമിനിസം എന്ന വാക്ക് പൊതുസംവാദങ്ങളിൽ ശക്തമാകുന്നതിന് മുൻപ് തന്നെ ഭാരതിരാജ ശക്തരായ സ്ത്രീകളെ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നു. അവർ ആരുടെയും കരുണ തേടിയില്ല, അംഗീകാരത്തിനായി കാത്തുനിന്നില്ല. അനീതികൾക്കെതിരെ അവർ നിരന്തരം സംസാരിച്ചു, സ്വന്തം ജീവിതത്തിന്റെ തീരുമാനങ്ങൾ സ്വയം എടുത്തു. 16 വയതിനിലയിലെ മയിൽ, മുതൽ മര്യാദയിലെ രാധ, മൺവാസനയിലെ ദിവ്യ, അലൈകൾ ഒയ്വതില്ലയിലെ മേരി എന്നീ കഥാപാത്രങ്ങൾ കാലത്തിന് മുൻപേ നടന്ന സ്ത്രീകളാണ്. കാലത്തിനൊപ്പം തന്റെ സിനിമാ സങ്കല്പങ്ങളെയും കാഴ്ചപ്പാടുകളെയും സംവിധാന രീതികളെയും നിരന്തരം പുതുക്കാൻ തയ്യാറായ ചലച്ചിത്രകാരനാണ് ഭാരതിരാജ. സ്വന്തം മകനായ മനോജ് ഭാരതിരാജയെ നായകനാക്കി സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന സിനിമ അതിനുദാഹരണമാണ്. യുവതയുടെ നാടിമിടിപ്പുകൾ മനസ്സിലാക്കി അദ്ദേഹം ഒരുക്കിയ ആ ചിത്രം ഒരു തലമുറയുടെ തന്നെ ആവേശമായ ഗാനങ്ങളാൽ സമ്പന്നമായിരുന്നു. സംഘർഷങ്ങളുടെ തീഷ്ണതയ്ക്ക് മധ്യേ പ്രണയത്തിന്റെ തണുപ്പുകൊണ്ടൊരു മഞ്ഞുകൊട്ടാരം തീർക്കുന്ന കാഴ്ചയാണ് താജ്മഹൽ. ഭാരതിരാജയുടെ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ഇളയരാജയെ ഒഴിവാക്കാനാവില്ല. ഈ കൂട്ടുകെട്ട് ഏറ്റവും മനോഹരമായ കലാസംഗമങ്ങളിൽ ഒന്നാണ്. ഗ്രാമങ്ങളുടെ ശബ്ദങ്ങൾ, പ്രണയത്തിന്റെ നിശ്വാസങ്ങൾ, മനുഷ്യഹൃദയങ്ങളുടെ ഏകാന്തത എല്ലാം സംഗീതമായി അവതരിപ്പിക്കപ്പെട്ടു. അവ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. 16 വയതിനിലെ എന്ന ചിത്രത്തിലെ സിന്ദൂരപ്പൂവെ, അലൈകൾ ഒയ്വതില്ലയിലെ 1000 താമരേ മുട്ടുക്കളെ, മുതൽ മര്യാദയിലെ പൂങ്കാற்று തിരുമ്പുമാ, നിഴൽകളിലെ ഇത് ഒരു പൊന്മാലൈ പൊഴുത്, കാതൽ ഓവിയത്തിലെ സംഗീതജാതി മുല്ലൈ, കടലോര കവിതകളിലെ അടിരാസാത്തി, വേദംപുരത്തിലെ കണ്ണുക്കുൾ 100 നിലവ, താജ്മഹലിലെ തിരുപ്പാച്ചി അരിവാളെ, സൊട്ട സൊട്ട നനയുത് തുടങ്ങിയ ഗാനങ്ങൾ സിനിമാ പ്രേമികളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചവയാണ്. സിനിമയുടെ സമസ്ത മേഖലകളിലും സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച മഹാപ്രതിഭ. സിനിമയ്ക്ക് വേണ്ടി ഒരു പുതിയ ഭാഷയും കാഴ്ചകളും ഒരുക്കിവെച്ച ദിഷണാശാലി. 6 ദേശീയ പുരസ്കാരങ്ങൾ, 6 സംസ്ഥാന പുരസ്കാരങ്ങൾ, അനേകം ബഹുമതികൾ. 2004 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. എന്നാൽ അവാർഡുകൾക്കുമപ്പുറം അദ്ദേഹത്തിന്റെ യഥാർത്ഥ നേട്ടം മറ്റൊന്നാണ്. തമിഴ് മണ്ണിന്റെ മണത്തെ സിനിമയുടെ ചരിത്രത്തിൽ ശാശ്വതമായി പതിപ്പിച്ചു. 84-ാം വയസ്സിൽ പറയാത്ത കഥകളെയും ബാക്കിയാകുന്ന കാഴ്ചകളെയും തനിച്ചാക്കി അദ്ദേഹം യാത്രയാകുന്നു. പക്ഷേ കാറ്റിൽ ഇന്നും ചില ശബ്ദങ്ങൾ ഒഴുകിയെത്തുന്നു. റെയിൽ പാതകൾക്കപ്പുറം നെൽവയലുകൾക്കിടയിലൂടെ തമിഴ് സിനിമയുടെ ഓർമ്മകളിൽ നിന്ന് ഒരു ശബ്ദം. എന്നിനിയ തമിഴ് മക്കളെ, ഭാരതിരാജ ഇനിയൊരു മനുഷ്യനല്ല, ഒരു കാലഘട്ടമാണ്. തമിഴ് തിരയരങ്ങിൽ അദ്ദേഹം ഓർമ്മകളുടെ കൂടാരത്തിലേക്ക് ചേക്കേറുന്നു.